ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം പഠിക്കാം. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാടുള്ളതായിരിക്കട്ടെ, ഈസി ഉള്ളതായിക്കോട്ടെ, എങ്ങനെ അത് പെട്ടെന്ന് പഠിക്കാം. പെട്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്ത് ഒരു ചാപ്റ്റർ പഠിക്കുന്നതിനുപരി 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ കൊണ്ട് ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കാമെന്നാണ് ഫസ്റ്റ് ഞാനിത് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ടത്, നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റ്, ഈസിയുള്ള സബ്ജക്റ്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങളതിനെ എങ്ങനെ എടുക്കുന്നു. നിങ്ങളതൊരു പാടുള്ള സബ്ജക്റ്റാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് പാടായിരിക്കും. നിങ്ങൾക്കത് ഈസിയുള്ള സബ്ജക്റ്റാണെന്ന് വെച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തായാലും പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തഡാണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് 25 മിനിറ്റ് പഠിക്കുക. നമ്മൾ ഫസ്റ്റ് 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഫോൺ നോക്കാനുള്ള ബ്രേക്കല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാം, ഒന്ന് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒന്ന് ആരോടെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു 5 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ നമ്മൾ 25ൻ്റെ ഒരു 4 സെക്ഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ TV കാണാം. ഒരു അരമണിക്കൂർ ബ്രേക്ക്. ഈ ബ്രേക്ക് കൂടിപ്പോവാതെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ആദ്യത്തെ കടമ. അപ്പോൾ 25 മിനിറ്റിൽ എന്തൊക്കെ പഠിക്കാം? ഫസ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളൊരു 2 തവണ വായിക്കുക. എന്നിട്ടത് 3 തവണ ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് ഒരു 1-2 തവണ എഴുതി നോക്കുക. അപ്പോഴേക്കും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങളത് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ വെച്ചാൽ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം രാത്രിയോ രാവിലെയോ ഒന്നുകൂടെ അത് റീകോൾ ചെയ്യുക. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. എക്സാം ദിവസത്തിന് തലേന്നല്ല എല്ലാം കൂടി എടുത്ത് റീകോൾ ചെയ്യണ്ടേ. നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്തൊന്ന് അത് എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നോക്കുക. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റീകോൾ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിൽ അത് എന്തായാലും സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നെ വെച്ചാൽ സ്റ്റഡി ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫസ്റ്റ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതായത് ഫോക്കസ് ഓൺ കോൺസെപ്റ്റ്, ഫോർമുലാസ്, ഡെഫിനിഷനിൽ. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ സിലബസിൻ്റെ വെയിറ്റേജ് നോക്കുക. ഏതിൽ നിന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത്, ഏതാണ് കൂടുതൽ പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ്സിലൂടെ മാത്രം ഒന്ന് പോവുക. എന്നിട്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് നോക്കുക. നിങ്ങളുടെ വേർഡ്സിൽ അത് എഴുതുക. പിന്നെ അതിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റിനെ പറ്റി അറിയാം. ഇതാണ് ജാപ്പനീസുകാർ യൂസ് ചെയ്യുന്ന വെരി ഫേമസ് മെത്തേഡാണിത്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഹെഡിങ്സ് മാത്രം ഒന്ന് വായിച്ചു പോവുക. എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന എന്താണെന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ക്ലാസ് ശ്രദ്ധിച്ചതായിരിക്കാം, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചതായിരിക്കാം. നിങ്ങൾക്ക് എത്രത്തോളം അത് ഓർമ്മ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വെച്ചാൽ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ലൊരു സ്ഥലം, ഞാൻ പഠിക്കുന്ന സ്ഥലത്തിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. നല്ലൊരു സ്ഥലമായിരിക്കണം, നല്ല നീറ്റായിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനൊരു തോന്നലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും കയറുമോ? ഇല്ല. നിങ്ങളൊരു നീറ്റായ സ്ഥലത്തിൽ എല്ലാം ഓർഗനൈസ് ചെയ്ത്, എല്ലാം വാട്ടർ, പെൻസിൽ, സ്കെയിൽ, വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ അത് വേണമല്ലോ എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ പോകുന്നു. അതൊന്നും നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഫോക്കസ് ആയിട്ടിരിക്കണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ കുറേ നേരം ഒരു ബ്രേക്കും ഇല്ലാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ മൈൻഡിൽ ഫോക്കസ് ചെയ്യാനാകെ 45 മിനിറ്റ്സാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ നമ്മൾ 25 ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്ത് 5 മിനിറ്റ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് നടക്കുക, ഒന്ന് ഫ്രഷ് ആക്കുക. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ച കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ ആരും ഇല്ലെന്ന് വിചാരിക്കും, ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പഠിപ്പിക്കുക. ഒരു ടെഡി ബിയർ ആയിരിക്കാം, ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും വസ്തുവിനെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ കുഞ്ഞിലെയൊക്കെ നമ്മൾ കാണിക്കാറില്ലേ, വടിയൊക്കെ എടുത്ത് കുറേ പാവക്കുട്ടികളൊക്കെ നിരത്തി വെച്ച് പഠിപ്പിക്കുന്നത്, അതേപോലെയൊക്കെ തന്നെ. പിന്നെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് എക്സാമിൻ്റെ തലേദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ ഇരുന്ന് പുതിയ ടോപ്പിക്സ് പഠിക്കാൻ എന്തായാലും നോക്കല്ല്. തലേദിവസം രാത്രി ആ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം പുതിയ സ്റ്റോർ ചെയ്യാനുള്ള ഇതും ചിലപ്പോൾ നിങ്ങൾ ഓർത്തെടുക്കുമായിരിക്കും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അത് അത്ര ഒന്ന് തിരുന്ന് പഠിക്കുക. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ തലേദിവസം ആണെങ്കിൽ എന്തായാലും നിങ്ങളൊരു 7 to 8 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം. കാരണം ബ്രെയിനിന് ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കും. എക്സാം ഹാളിൽ നിങ്ങൾക്കത് റീകോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിൻ ഈസ് ഓൾറെഡി ഡെഡ്.
ബിക്കോസ് ബ്രെയിനിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ബ്രെയിൻ ഇത് ശരിക്കായിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുക, എത്ര ഫാസ്റ്റായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 മിനിറ്റ് പഠിക്കുക, ടോപ്പിക്ക് നിങ്ങൾക്ക് 30 മിനിറ്റ് പഠിക്കുക, പിന്നെ 10 മിനിറ്റ് നിങ്ങൾ അതിന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളത് എത്രത്തോളം പഠിച്ചു എഴുതി നോക്കുക. എന്നിട്ട് എഴുതി നോക്കിയിട്ട് അതും നിങ്ങളുടെ ശരിക്കും പഠിച്ചുള്ള സാധനം വെച്ച് കമ്പയർ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം മിസ്റ്റേക്ക് വരുത്തി, എത്രത്തോളം ശരിയാക്കി എന്നുള്ളത്. പിന്നെ ഇത് അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത പോർഷൻസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്ന പോർഷൻസ് അതൊന്നുകൂടെ എടുത്ത് പഠിക്കുക. ഇത്രേ ഉള്ളൂ. താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ്. If you like this class, please like, share and subscribe. Thank you for your subscription and cooperation. We will see you on the next video. Thank you.